ദുബായിലെ നമ്മൾ ക്രൂയിസിൽ കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. ദുബായിലെ നല്ല വലിയ മഴയ്ക്ക് ശേഷമുള്ളൊരു വിസ്മയ കാഴ്ചയാണിത്. സൂപ്പർ. ഇതൊരു കപ്പലാണ്, കണ്ടില്ലേ? ഇതിനകത്ത് ഡാൻസ്, പാട്ട്, മേള എല്ലാം ഉണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കയറാൻ പോവുകയാണ്. എൻ്റെ ബാക്കിയൊക്കെ നമ്മൾ കാണിക്കും. ഇതെല്ലാം കപ്പലുകളിങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ക്രിസ്ത്യാനോ ആഞ്ചലീനയും ഓടി നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ ഇതെല്ലാം കപ്പലുകളാണ്. കപ്പലുകൾ രാത്രി പാട്ട്, ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഇതൊക്കെ ദുബായിലെ വിസ്മയ കാഴ്ചകളിൽ ഒരെണ്ണമാണ്. ഇത് റൂസ്റ്റാർ എന്ന് പറയുന്നൊരു ക്രൂസ് ഷിപ്പാണ്. വേണേ അവിടെ പോവാം. പോണോ? കറങ്ങി വരുമല്ലോ. ഇവിടെ ഇരിക്കാൻ please we take one from ദുബായിൽ ചെറിയ കപ്പലുകൾ പോകുന്നുണ്ടല്ലേ? ചെറിയ ഡെക്കറേറ്റ് ചെയ്ത കപ്പലുകൾ. ഇത് ദുബായിൽ നമ്മൾ കപ്പലിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. ഇത് കപ്പലിനകമാണ്. കപ്പലിനകത്ത് നിന്ന് നമുക്ക് എല്ലാ ബിൽഡിങ്ങുകളും എല്ലാം കാണാൻ പറ്റും. വേറെ ഒരു കപ്പലിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. ദുബായിലെ വളരെ നല്ല വിസ്മയ കാഴ്ചകളാണ്. ഇന്നലത്തെ മഴയ്ക്ക് ശേഷം ആൾക്കാരെല്ലാം ദുബായിൽ ക്രൂസ് അതിനകത്ത് കയറിയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഓക്കെ, ഞങ്ങളുടെ യാത്ര തുടരട്ടെ. ഓക്കെ.
ദുബായിൽ ഫുഡ് കൊണ്ടുവയ്ക്കുന്ന പാത്രങ്ങൾ കണ്ടില്ലേ? ഹോട്ടലിൽ ദുബായിൽ ഫുഡ് കൊണ്ടുവയ്ക്കുന്ന പാത്രങ്ങളാണ്. എന്ത് ഭംഗിയായിരിക്കും. ഇത് കണ്ടില്ലേ? ആദ്യം ഒരു കപ്പൽ പോകുന്നു. ഇത്രയും ആൾക്കാരെ കൊണ്ട് എന്ത് ജനമാണ്. നിറച്ച ആൾക്കാർ കണ്ടില്ലേ കപ്പലില്. ഇവിടെ രാത്രി 9 മണി തൊട്ട് 10 മണി വരെയാണ് ദുബായിൽ ഇങ്ങനെ കപ്പലിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നത്. നല്ല രസമാണ്. അടിപൊളി. One, two, three, four. Side.
കാറ്റ് കിട്ടും, അതാണ്. നല്ല കാറ്റ് കിട്ടും. ഷാർജ എയർപോർട്ട് റോഡാണ് ഈ കാണുന്നത്. ഫുജാറയിൽ അവരൊക്കെ വന്നതാണ്. ഫുജാറ നമുക്ക് പകൽ സമയത്ത് പോകും. അപ്പം കുറച്ച് മലയിടത്തൊക്കെ ഫോട്ടോ ഒക്കെ സൈഡ് വ്യൂ നല്ല അടിപൊളി. ഷാർജയിലെ എയർപോർട്ടിലോട്ട് പോകുന്ന റോഡ് നല്ല സൂപ്പർ ആയിരിക്കും. അവര് നമ്മളെക്കാൾ മുമ്പേ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഇത് റാസൽ ഖൈമ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് യു എയിലെ. യു എയിൽ 7 സ്റ്റേറ്റുകളുണ്ട്. ദുബായ്, ഷാർജ, അതൊക്കെ. ഇത് റാസൽ ഖൈമ. ഞങ്ങളിപ്പം ദുബായിൽ പോയി, ഷാർജയിൽ പോയി. ഇപ്പോൾ അടുത്തൊരു സ്റ്റേറ്റാണ് റാസൽ ഖൈമ. ഞങ്ങൾ ഇന്ന് റാസൽ ഖൈമയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ റാസൽ ഖൈമയിൽ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. ഇവിടുത്തെ യു എയിൽ പ്രത്യേകത, ഒരു പള്ളിയുടെ മുകളിൽ കുരിശുകൾ കാണത്തില്ല. എനിക്ക് തോന്നുന്നു അബുദാബിയിൽ ഏതോ ഒരു പള്ളി മാത്രമേ കുരിശുള്ളൂ. ഇവിടെ പള്ളികളെല്ലാം അടുത്തടുത്താണ്. ഇത് സെൻറ്റ് ലൂക്ക് ചർച്ച്, പിന്നെ ദാണ്ട് ഇത് സെൻറ്റ് ആൻ്റണീസ് ഓഫ് പാദുവ ചർച്ച്, പിന്നെ ഒരു ഈജിപ്ഷ്യൻ ചർച്ചാണ് ആ കാണുന്നത്. കണ്ടോ, ഇത് ഒരു ഈജിപ്ഷ്യൻ ചർച്ചാണ്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കണ്ടോ, കുരിശുകളൊന്നുമില്ല. ഈ തൊട്ടടുത്ത് കാണുന്ന ഈജിപ്ഷ്യൻ ചർച്ച്. അങ്ങനെ ഈ അടുത്തടുത്ത് എല്ലാം ഓരോരോ ആൾക്കാർക്ക് വേണ്ടിയുള്ള പള്ളികളാണ്. പിന്നെ അതുകൊണ്ടല്ല അവിടെ നമുക്ക് കാണാം സെവൻത് ഡേ എന്നും പറഞ്ഞൊരു ചർച്ച്, അതാണ് ആ കാണുന്നത്. പിന്നെ അതുകൊണ്ട് അവിടെ നിന്ന് കണ്ടില്ലേ, നമ്മൾ മുകളിലൊരു അത് ശരിക്കും പറഞ്ഞത് പള്ളിയാണ്. ആ റൗണ്ടിൽ കാണുന്ന അതും ഒരു പള്ളിയാണ്. കണ്ടു കഴിഞ്ഞാൽ പള്ളിയാണെന്ന് പറയില്ല, പക്ഷേ കണ്ട ഇവിടുത്തെയൊക്കെ പള്ളികൾ ഇങ്ങനെയാണ് അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ. മൊത്തം ഈ ഏരിയ കംപ്ലീറ്റ് പള്ളികൾ മാത്രമേ ഉള്ളൂ. ക്രിസ്റ്റിമോൻ അനിച്ചാണ്. ഇവിടെ അങ്ങ് ഒരു ആൾക്കാരൊക്കെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ കാറുകൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ സ്ഥലത്ത് വെറും പള്ളികൾക്ക് വേണ്ടി മാത്രമുള്ളൂ. കണ്ടില്ലേ, ഇതൊരു ഈജിപ്ഷ്യൻ ചർച്ചാണ്. കണ്ടോ, എന്ത് രസമാണ് കാണാൻ. പക്ഷേ കുരിശില്ല. അത് ഓർത്തപ്പോൾ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ അടുത്തത് വേറൊരു പള്ളി, സെൻറ്റ് ആൻ്റണി ഓഫ് പാദുവ റോമൻ കാത്തലിക് ചർച്ച്, റാസൽ ഖൈമ. ആംഗ്ലിക്കൻ ചർച്ചാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ട് അജിമോൻ ഇവിടെ ഈ പള്ളിയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അജിമോൻ തന്നെയാണ് ഞങ്ങളെ ഈ പള്ളികളെല്ലാം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. അത് വലിയൊരു സന്തോഷം. അങ്ങനെ പിന്നെ അതുകൊണ്ട് അവർ പള്ളി തുറന്നു തരാൻ വേണ്ടി അവിടുത്തെ ഈ ചേട്ടൻ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. റാസൽ ഖൈമയിലെ സെൻറ്റ് ലൂക്ക് ആംഗ്ലിക്കൻ ചർച്ച്. പണ്ട് ഈ പള്ളിയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു നിൽക്കുന്ന നമ്മുടെ അജിമോൻ. ചില്ലറ. അതുകൊണ്ട് ഈ പള്ളി താണ്ട റാസൽ ഖൈമയിലെ സെൻറ്റ് ലൂക്ക് ആംഗ്ലിക്കൻ ചർച്ച് ഇവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരികയാണ്. ശരിക്കും ഫ്രൈഡേ എന്ന് പള്ളി ഉള്ള ദിവസമല്ല, എങ്കിലും പഴയകാല ഒരു അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ വന്നപ്പം
അവർക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങളെ ഇവിടെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ಮೊದಲ ಅವಡೆ ಇರ್ಕಿತ ಇದೇ ದುಡ್ಡು ಮೊದಲ ಅವಡೆ ಇರ್ಕಿತ ಸರ್ ಇದೇ ದುಡ್ಡು ಆ ಪುಟ್ಟಿ താഴ്വരയിൽ നാളെ